കുറച്ച് നാൾ മുമ്പേ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാനിടയായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കൊരു ചെസ്റ്റ് പെയിൻ, എല്ലാവരെയും പോലെ സ്വന്തം ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആദ്യം ഗ്യാസ് കയറിയതാണെന്ന് പറഞ്ഞു. സ്വന്തം ട്രീറ്റ്മെന്റ് എടുത്തു, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആള് ഡോക്ടറെ അടുത്തുകൊണ്ട് ഫിസിഷ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഫിസിഷ്യൻ അത് നോക്കിയതിന് ശേഷം ആൾക്ക് ആളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയിട്ട് ഒരു കാർഡിയോന്റെ അടുത്തേക്ക് റെഫർ ചെയ്യാണ്. കാർഡിയോ ഡോക്ടർ ECG എടുത്തു, എക്കോ എടുത്തു. ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു മിഡിൽ ഏജുള്ള ആളാട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഓർത്തോന്റെ അടുത്തേക്ക് റെഫർ ചെയ്യാണ്. ഓർത്തോനെ കണ്ടു, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. സ്റ്റിൽ ആൾക്ക് പെയിൻ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. ആൾക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു പെയിൻ. അപ്പോൾ ആളൊരു ഡ്രൈവർ ആയിരുന്നതുകൊണ്ടും ആളുടെ മസിൽസ് എല്ലാം ടൈറ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടും ഞാൻ ആളുടെ പെക്ടോറാലിസ് മസിൽസിന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കായിരുന്നു. ആ സ്ട്രെച്ചിന്റെ ഫലമായിട്ട് പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ആ പെയിൻ റെഡ്യൂസ് ആയി. പെട്ടെന്നായിരുന്നു, ഇൻസ്റ്റന്റ് റിസൾട്ട് ആയിരുന്നു. പക്ഷെ ഞങ്ങളത് കണ്ടിന്യൂസ് കുറച്ച് ദിവസം ചെയ്തു. ആളുടെ എല്ലാ മസിൽസിനും പ്രോപ്പർ സ്ട്രെച്ചിങ് കുറച്ച് ദിവസം പോയപ്പോൾ പതിയെ ആ പെയിൻ ഇല്ലാണ്ടാവുമായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പെയിനിനും പാനിക്കായി എടുത്ത് ടെൻഷൻ ആവരുത്. കുറച്ചൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഫുഡും എല്ലാം നമ്മുടെ പെയിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും.